വളർത്തുനായ അടുത്ത വീട്ടിൽ പോയതിനെ ചൊല്ലിയ തർക്കം ഒടുവിൽ ജീവഹാനിയിലേക്ക്. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കളക്ടർ ഉത്തരവ് മണിക്കൂറുകൾക്കകം കളക്ടർ തന്നെ മരവിപ്പിച്ചു. ഏപ്രിൽ 16-ന് പുറപ്പെടുവിച്ച ഉത്തരവാണ് മരവിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുനമ്പം പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നിയമത്തിന്റെ പ്രായോഗിക വശങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകരിച്ചേക്കുമെന്നും ആലഞ്ചേരി. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വളർത്തുനായ അടുത്ത വീട്ടിൽ പോയതിനെ ചൊല്ലിയ തർക്കം ഒടുവിൽ ജീവഹാനിയിലേക്ക്. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം ചേലയക്കര വീട്ടിൽ ഷിജുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾ വെട്ടേറ്റ് മരിച്ചു. മാരാങ്കോട് ചേരിയേക്കൽ ജോസ് മകൻ ഷിജുവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണിനെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു സംഭവം. നിസ്സാര കാര്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സമീപത്തെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വാഴത്തോട്ടത്തിലെ വാഴകൾ നായകൾ നശിപ്പിച്ചിരുന്നു. നായകളുടെ ഉടമസ്ഥതയെ ചൊല്ലി ഇരുവരും തർക്കമുണ്ടായി. ഇത് പിന്നീട് ഉന്തും തള്ളലിലും കലാശിച്ചു. ഇതിനിടെ അന്തോണി പുല്ലുവെട്ടാൻ ഉപയോഗിക്കുന്ന വാൾ കൊണ്ട് ഷിജുവിനെ വെട്ടി. തലയിലും കഴുത്തിലും ദേഹത്തും വെട്ടേറ്റ ഷിജു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൂലിപ്പണിക്കാരനാണ് മരിച്ച ഷിജു. അവിവാഹിതനായ ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കളക്ടർ ഉത്തരവ് മണിക്കൂറുകൾക്കകം കളക്ടർ തന്നെ മരവിപ്പിച്ചു. ഏപ്രിൽ 16-ന് പുറപ്പെടുവിച്ച ഉത്തരവാണ് മരവിപ്പിച്ചത്. അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ദേശീയപാത അതോറിറ്റി അധികൃതർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാവകാശം തേടി കളക്ടറെ സമീപിച്ചതോടെ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പാക്കും വരെ ടോൾ പിരിവ് നിർത്തിവെക്കാനായിരുന്നു ആദ്യം ഉത്തരവിട്ടത്. പിന്നാലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്നും സാവകാശം അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ഉത്തരവ് നടപ്പാക്കുമെന്ന് കളക്ടർ ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നതോടെയാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുനമ്പം പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ഒരു നിയമങ്ങളും അടിച്ചേൽപ്പിക്കാൻ ഉള്ളതല്ല, നിയമത്തിന്റെ പ്രായോഗിക വശങ്ങൾ നടപ്പിലാകുമ്പോൾ ജനങ്ങൾക്ക് ഉപകരിച്ചേക്കുമെന്നും ആലഞ്ചേരി പറഞ്ഞു. മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ. നിയമത്തിൻ്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. ആശാസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സാറ ജോസഫ്. ന്യായമായ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് അവർ ചോദിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വേദിയിൽ ഇരിക്കെയാണ് സാറ ടീച്ചറുടെ രൂക്ഷ വിമർശനം. ഇവരുടെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിന് പാർട്ടിക്ക് പുറത്തുനിന്ന് ആളുകൾ വേണ്ടി വരുന്നു എന്നത് സങ്കടകരമാണെന്ന് സാറ ജോസഫ് പറഞ്ഞു. ഏറ്റവും അടിസ്ഥാന വർഗമാണ് അവിടെ ഇരുന്ന് സമരം ചെയ്തത്. ഇത് പരിഹരിക്കാൻ എന്താണ് പ്രശ്നം? ഇത് ചോദിക്കാൻ, ഇത് ശബ്ദമുയർത്തി ചോദിക്കാൻ പുറത്തുനിന്ന്, പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാവുക എന്നല്ല വേണ്ടത്. പാർട്ടിക്ക് അകത്ത് ആളുകൾ ഉണ്ടാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ ശബ്ദമുയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതുപോലെയുള്ള അടിസ്ഥാന വർഗം സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ബേസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പ്രവർത്തകരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീകളുടെ ആവശ്യം ന്യായമായതാണ്. പക്ഷെ തത്ത പറയും പോലെ പറയാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അവർ അനാവശ്യ സമരം ചെയ്ത് അവർ കേന്ദ്രത്തോട് പോയി സമരം ചെയ്യട്ടെ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്.
ഇനി നാട്ടിൽ നടന്നത്. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 നോമ്പ് പൂർത്തിയാക്കിയ വിശ്വാസികൾക്ക് ഇന്ന് ആഘോഷ ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി മാളക്കോട്ടയ്ക്കൽ ആശ്രമ ഇടവക ദേവാലയം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതും മറ്റും നേരിട്ട് കാണുന്ന രീതിയിലായിരുന്നു ദൃശ്യാവിഷ്കാരം നടത്തിയത്. ആദ്യമായാണ് തങ്ങൾ മനോഹരമായ രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നതെന്ന് ഇടവക വിശ്വാസികൾ പറഞ്ഞു. ഉയർപ്പ് തിരുനാളോടനുബന്ധിച്ച് യുവജന സംഘടനയായ യുവ ചാവറ കോട്ടയ്ക്കലും അൾത്താര സംഘവും ചേർന്നാണ് ഇടവക വികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളിയുടെയും ആർട്ട് ഡയറക്ടർ ജിൻഡോ കൊടിയന്റെയും നേതൃത്വത്തിൽ പുതുമയാർന്ന ദൃശ്യാവിഷ്കാരം നടത്തിയത്. മാങ്ങ പറിക്കാൻ കയറുന്നതിനിടയിൽ 55കാരൻ വഴുതി വീണു മരിച്ചു. വേളുക്കര പട്ടേപ്പാടം തെരുവിൽ വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. ആളൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഖബറടക്കം ഞായറാഴ്ച രാവിലെ പട്ടേപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനുസിന്റെയും വിശുദ്ധ ഗീവർഗസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ തിരുനാൾ കൊടിക്കയറ്റ കർമ്മം നിർവഹിച്ചു. പ്രാർത്ഥന നിർഭരമായ ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര, ജോബി വടയാട്ടുകുഴി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 25, 26, 27, 28 തീയതികളിൽ സംയുക്ത തിരുനാൾ ആഘോഷിക്കും. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എസ് സതീഷിനെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ച ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. CN മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. എസ് സന്തോഷ്, MP പത്രോസ്, PR മുരളീധരൻ, ജോൺ ഫെർണാണ്ടസ്, KN ഉണ്ണികൃഷ്ണൻ, CK പരീത്, CB ദേവദർശൻ, R അനിൽകുമാർ, TC ഷിബു, പുഷ്പദാസ്, KS അരുൺകുമാർ, ഷാജി മുഹമ്മദ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ KS അരുൺകുമാർ, ഷാജി മുഹമ്മദ് എന്നിവരാണ് പുതുമുഖങ്ങൾ. പാർട്ടിയുടെ ഐക്യത്തെ ശക്തിപ്പെടുത്തി കൂടുതൽ ജനങ്ങളെ പാർട്ടിയിലേക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പ്രതികരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജലധാര 1 സ്വാശ്രയ കുടിവെള്ള വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കല്ലുംപുറം പ്രദേശത്ത് 69 കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കപ്പെട്ട ജലധാര 1ന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ കടുത്ത കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിട്ടാണ് ജലധാര 1 നടപ്പിലാക്കിയിട്ടുള്ളത്. ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടനം നടത്തപ്പെട്ടത്. ഉപഭോക്താക്കൾ എല്ലാവരും ചേർന്നാണ് ഉദ്ഘാടനം നടത്തിയത്. യോഗത്തിൽ ജലധാര 1 ചെയർപേഴ്സൺ അജിത ജയരത്നം അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബിനോയ്, ട്രഷറർ ബിജു എരുമത്തുരുത്തി, സഹഭാരവാഹികളായ വിവേക്, ജിംഷ, അബ്ദുൾ നാസർ, ഷെബീർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കൊടുങ്ങല്ലൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിച്ച ലഹരി വിമുക്ത കേരള റാലിയും പൊതുസമ്മേളനവും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. IMA പ്രസിഡന്റ് നദീറ ബാനു അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, ET ടൈസൺ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, EM ജബീർ, ഡോക്ടർ മുഹമ്മദ് റഷീദ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. മേലൂർ ബാലസംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടികളുടെ വേനൽ തുമ്പി ചാലക്കുടി ഏരിയ പര്യടനം ആരംഭിച്ചു. ഏരിയ പര്യടനത്തിന്റെ ഉദ്ഘാടനം ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർജുൻ PR അധ്യക്ഷത വഹിച്ചു. ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് അഷ്റഫ്, യശാന്ത് കൃഷ്ണ, ES നടാഷ, അഡ്വക്കേറ്റ് KR സുമേഷ്, PR സന്തോഷ്, MM രമേശൻ, PP ബാബു, KV അഭയൻ, KR സന്തോഷ്, ES അഭിഷേക്, VM കരീം, രമ്യ വിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വളർത്തുനായ അടുത്ത വീട്ടിൽ പോയതിനെ ചൊല്ലിയ തർക്കം ഒടുവിൽ ജീവഹാനിയിലേക്ക്. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കളക്ടർ ഉത്തരവ് മണിക്കൂറുകൾക്കകം കളക്ടർ തന്നെ മരവിപ്പിച്ചു. ഏപ്രിൽ 16 പുറപ്പെടുവിച്ച ഉത്തരവാണ് മരവിപ്പിച്ചത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുനമ്പം പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നിയമത്തിന്റെ പ്രായോഗിക വശങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകരിച്ചേക്കുമെന്നും ആലഞ്ചേരി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.